എന്താ മോളു? ക്ലിന്റ് മിടുക്കനായ ഒരു ചിത്രകാരനായിരുന്നു മോളെ. 6 വയസ്സ് വരെ മാത്രമേ അവൻ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങൾ അവൻ വരച്ചു. ആരും പഠിപ്പിച്ചതല്ല മോളെ. തീരെ കുഞ്ഞായിരുന്നപ്പോ തന്നെ അവൻ നല്ലതുപോലെ പടം വരയ്ക്കുമായിരുന്നു. തന്റെ ചുറ്റുപാടും കാണുന്നതെല്ലാം ക്ലിന്റ് അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചു. എനിക്കും അതേപോലെ വരയ്ക്കാൻ പറ്റുമോ? പിന്നെന്താ, ക്ലിന്റിനെ പോലെ എല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച മൂക്കും അതൊക്കെ വരയ്ക്കാൻ പറ്റും. ആർട്ട് സാറും അത് തന്നെ പറഞ്ഞു. അതേ മോളെ, ഓരോ കുട്ടിയുടെ രീതിയും കഴിവുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എങ്കിലും അവരവരുടെ കലാവാസനകൾ, അതിപ്പോ മോള് പടം വരയ്ക്കുന്നത് പോലെയോ പാട്ടോ ഡാൻസോ നാടകമോ അതെന്തോ ആയിക്കോട്ടെ, അത് നല്ലതുപോലെ പരിശ്രമിച്ചാൽ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ട കുട്ടികളെ, ചിത്രരചനയുടെ ലോകത്തേക്ക് സ്വാഗതം. ഈ കൂട്ടുകാരോടൊപ്പം ആർട്ട് ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങളും പോരുന്നോ? റെഡി ആയിക്കോളൂ. നമുക്ക് ചിത്രരചനയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ഇന്ന് ചിത്രകലയെ പറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ മാധ്യമങ്ങളെ പറ്റിയും ഒന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും കളറും അതേപോലെ പെൻസിലും ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? കൊള്ളാം. വാട്ടർ കളർ കൊണ്ടുവന്നിട്ടുണ്ട്, ഓയിൽ പേസ്റ്റിലുണ്ട്, പെൻസിൽ എല്ലാം ഉണ്ട് അല്ലേ? കൊള്ളാം, ശരി, ആയിക്കോട്ടെ. ഈ അവധിക്കാലത്ത് നിങ്ങൾ എവിടെയൊക്കെ പോയി? ആ, ജമ്മു കാശ്മീരിലോ? ഓ, പൊന്മുടി പോയോ? ശരി. തേക്കടിയിൽ പോയപ്പോ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞേ. ബോട്ട് കണ്ടു, വനം കണ്ടു, തടാകം കണ്ടു, പിന്നെ ആനയെ കണ്ടു. ഇനി മോൻ പറയും. വളഞ്ഞു തിരിഞ്ഞ റോഡുകളൊക്കെ കണ്ട്, പിന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കാടുകളുണ്ടായിരുന്നു, പിന്നെ മാൻ ഉണ്ടായിരുന്നു, പിന്നെ കാട്ടുപോത്ത്, പിന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു. അവധിക്കാലത്ത് അങ്ങനെ നിങ്ങൾ എല്ലാവരും വിവിധ പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി. അവിടൊക്കെ പലതരം കാഴ്ചകളല്ലേ കണ്ടത്? അതൊക്കെ നമുക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? വിവിധ കളറുകൾ വേണം. അപ്പോൾ ആ നിറങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ പാലറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കളർ ബോക്സിലുള്ള കളറുകൾ മാത്രം പോരാ, ആ കളറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ കളറുകൾ കിട്ടും. 1-2 വർണ്ണങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുതിയ വർണ്ണങ്ങൾ നിർമ്മിച്ച് നോക്കിയാലോ? നിങ്ങളുടെ കയ്യിലുള്ള ചുവപ്പും മഞ്ഞയും നീലയും ഒന്ന് എടുത്തു വെച്ച്. കുട്ടികളെ, ഇവ മൂന്നുമാണ് പ്രാഥമിക വർണ്ണങ്ങൾ: ചുവപ്പ്, മഞ്ഞ, നീല. ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു നിറങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്ത് മറ്റു നിറങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ചുവപ്പും മഞ്ഞയും കൂട്ടിച്ചേർക്കുമ്പോൾ എന്തു നിറം ലഭിക്കും എന്ന് നോക്കൂ. ഓറഞ്ച് നിറം, അല്ലേ? അതുപോലെ മഞ്ഞയും നീലയും ചേരുമ്പോൾ പച്ച നിറം കിട്ടും. നീലയും ചുവപ്പും ചേർക്കുമ്പോഴോ വയലറ്റ് നിറം. ഇങ്ങനെ 2 പ്രാഥമിക വർണ്ണങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ അഥവാ സെക്കൻഡറി കളേഴ്സ്. ചിത്രരചനയിൽ ഇതിലും കൂടുതൽ നിറങ്ങൾ നമുക്ക് ആവശ്യമായി വരും. പ്രാഥമിക വർണ്ണങ്ങളും
അതിനടുത്തുള്ള ദ്വിതീയ വർണ്ണങ്ങളും തമ്മിൽ ചേർത്ത് തൃതീയ വർണ്ണങ്ങളും നമുക്കുണ്ടാക്കാം. ഉദാഹരണത്തിന് ചുവപ്പും ഓറഞ്ചും ചേർക്കുമ്പോൾ റെഡ് ഓറഞ്ച് ലഭിക്കും. നീലയും പച്ചയും ചേർത്താലോ നീല കലർന്ന പച്ച കിട്ടും. മറ്റ് ഉദാഹരണങ്ങൾ നോക്കൂ. ടീച്ചർ വർണ്ണസങ്കലനം അഥവാ കളർ മിക്സിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ്. ഓയിൽ പേസ്റ്റലിന്റെ പ്രത്യേകത ക്രയോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓയിൽ മിക്സ് ആണ്, ഓയിലി ആണ്. അപ്പൊ സോ നമുക്ക് എന്ത് ചെയ്യാം, കൈ കൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചില കാര്യങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം, രണ്ട് കളർ തമ്മിൽ മിക്സ് ചെയ്യാം. കുട്ടികളെ, ഇങ്ങനെ നിറങ്ങളെ സങ്കലനം ചെയ്യുമ്പോൾ ഏത് നിറം എടുത്തു കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ചേർക്കുന്ന ഓരോ നിറത്തിൻ്റെയും അളവ് നിശ്ചയിക്കുന്നത്. ഈ വിധത്തിൽ നാം വരയ്ക്കുന്ന ചിത്രത്തിന് ആവശ്യമായ വിവിധ നിറക്കൂട്ടുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പോ കളറെല്ലാം മിക്സ് ചെയ്യുന്നത് കണ്ടല്ലോ. ഓരോ മാധ്യമത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. വാട്ടർ കളർ ആണെങ്കിൽ ജലച്ചായമാണ്, പേര് പോലെ തന്നെ ജലത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഓയിൽ കളറിന് പ്രത്യേകമായിട്ട് ലിൻസ്ഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ഓയിലാണ്, എണ്ണയാണ്, അത് ഉപയോഗിച്ചിട്ടാണ് അത് നേർപ്പിച്ചിട്ട് കളറുകൾ മിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അക്രലിക് ഉണ്ട്, അതിനും അതേപോലെ വെള്ളത്തിൽ സോള്യുബിളാണ്, വെള്ളത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ ഗോഷയുണ്ട്, അത് വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അങ്ങനെ വിവിധ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനിയും വിവിധ തരം ബ്രഷുകളും അതേപോലെ തന്നെ വിവിധ തരം പെൻസിലുകളുണ്ട്. അതിൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ ഏരിയ വരയ്ക്കാൻ പറ്റില്ലല്ലോ, അതിന് വലിയ ബ്രഷ് വേണ്ടേ. അതേപോലെ ചില ബ്രഷുകളുണ്ട് ഇങ്ങനെ വളഞ്ഞ് ഫാൻ പോലെയൊക്കെ ഇരിക്കുന്ന ബ്രഷുകൾ, അങ്ങനെ പലതരത്തിലുള്ള ബ്രഷുകളുണ്ട്. അപ്പോൾ ആ ബ്രഷുകളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ എന്താണ്, വിവിധതരം പെൻസിലുകളുണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. കൂട്ടുകാരെ, ബ്രഷും നിറങ്ങളും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ പലതരത്തിലുള്ള ബ്രഷുകളെ നിങ്ങൾ പരിചയപ്പെടും. ഇവയാണ് ഫ്ലാറ്റ് ബ്രഷുകൾ. ഇതുപോലെ കട്ടിയുള്ള വരകൾക്കും ചിത്രത്തിലെ വലിയ ഭാഗങ്ങളിൽ ഫില്ലിങ്ങിനും ഇത് ഉപയോഗിക്കാം. ഇവയാണ് റൗണ്ട് ബ്രഷുകൾ. പലതരത്തിലുള്ള റൗണ്ട് ബ്രഷുകൾ പെയിന്റിങ്ങിൽ നമുക്ക് ആവശ്യമായി വരും. ഇവയാണ് ഫാൻ ബ്രഷുകൾ. ആംഗിൾ ബ്രഷുകൾ. ലൈനർ ബ്രഷുകൾ കാണൂ. ഇവയാണ് പോയിന്റഡ് ബ്രഷുകൾ. ഇതുപോലെ പെൻസിലുകൾക്കും വിവിധ ഗ്രേഡുകളുണ്ട്. ഓരോന്നിൻ്റെയും നമ്പരും അവ ഉണ്ടാക്കുന്ന വരകളും നോക്കൂ. ഇവയെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കും ആവശ്യമായ തരം ബ്രഷുകളും പെൻസിലുകളുമൊക്കെ കടകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനും മറ്റും എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ വിവിധ മാധ്യമങ്ങൾ, വിവിധ തരത്തിലുള്ള പെൻസിലുകൾ, വിവിധ ബ്രഷുകൾ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മാധ്യമവും ഇഷ്ടമുള്ള ചിത്രവും ഒന്ന് വരച്ചു നോക്കിയാലോ? റെഡിയാണല്ലേ? ഓക്കെ, ശരി, തുടങ്ങിക്കൂ. ഇവരോടൊപ്പം നിങ്ങളും ചിത്രം വരച്ചു നോക്കൂ. നിങ്ങൾക്കിഷ്ടമുള്ളത് വരയ്ക്കാം. കുട്ടികളെ, വളരെ സംതൃപ്തിദായകമായ ഒരു കലയാണ് ചിത്രം വര. നമ്മുടെ മനസ്സിൽ തെളിയുന്ന ആശയങ്ങൾ വർണ്ണങ്ങളും വരകളുമായി ഒരു ക്യാൻവാസിലേക്കോ പേപ്പറിലേക്കോ ഒക്കെ പകർത്തി വയ്ക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്.
അതെ, വരകളും വർണ്ണങ്ങളും നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു കൂട്ടുകാരെ. കുട്ടികളെ, ചിത്രകല എന്ന് പറയുന്നത് സാധാരണ ഒരു കലയല്ല. അതിന് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യൻ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉപയോഗിക്കുന്നത് ചിത്രകലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. റൈറ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റിലേക്ക് ഒരു ആരോ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ലോകത്ത് മനസ്സിലാവുമല്ലോ. അപായ ചിഹ്നം കണ്ടിട്ടില്ലേ? അപായ ചിഹ്നം ഉള്ളിടത്ത് അപകടമുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അതും ഒരു ചിത്രമല്ലേ? മാത്രമല്ല നമ്മുടെ അക്ഷരങ്ങളെല്ലാം ചിത്രങ്ങളല്ലേ, അല്ലേ? അതേപോലെ തന്നെ ആനയുണ്ട് എന്നുള്ള ഒരു സ്ഥലത്ത് ആനയുടെ പടം വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആനയുണ്ട്. ആനയുടെ പടം ഇവിടെയും ആനയുടെ പടം തന്നെയാണ്, ദക്ഷിണാഫ്രിക്കയിലും ആനയുടെ ചിത്രം തന്നെയാണ്. എവിടെ പോയാലും ആനയുടെ പടം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിത്രങ്ങൾ വെച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മളുടെ ലാംഗ്വേജ് ചിത്രമാണ്. ഞാൻ കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നല്ലല്ലോ ആലോചിക്കുക. എന്താണ് നിങ്ങൾ ആലോചിക്കുക? കട്ടിലിൻ്റെ ഒരു ചിത്രമാണ് ആലോചിക്കുക. അതാണ് ചിത്രകലയുടെ പ്രത്യേകത. നമ്മുടെ ചിന്തയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്കും ഒക്കെ നമ്മൾ ചിത്രങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ചിത്രകലയുടെ പ്രാധാന്യം. പ്രാചീന മനുഷ്യൻ തങ്ങൾക്കറിയാവുന്ന രീതിയിൽ പല സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുവാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ പല തെളിവുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആട്ടെ, നിങ്ങൾ ആരൊക്കെ ഇടയ്ക്കൽ ഗുഹ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ആണോ? അവിടെ എന്തൊക്കെയാ കണ്ടത്? കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളും പിന്നെ ഒരുപാട് വരകളും പിന്നെ ഒരുപാട് ചിത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത് എന്നാണ് കരുതുന്നത്. എന്തിനായിരിക്കും അന്നത്തെ മനുഷ്യർ ഗുഹകളിൽ കൊത്തുപണികളും ചിത്രങ്ങളും പതിപ്പിച്ചിട്ടുണ്ടാവുക? കാട്ടിലും ഗുഹകളിലും കഴിഞ്ഞിരുന്ന മനുഷ്യർ ഭാഷ രൂപപ്പെടുന്നതിന് മുൻപ് അവർക്കറിയാവുന്ന രീതിയിൽ ആശയവിനിമയം നടത്തുവാനായിരുന്നു കരിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചത്. ഇടയ്ക്കലിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാചീന മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങൾ കാണുവാൻ കഴിയും. അവയിൽ ചിലതാണ് സ്പെയിനിലെ സാന്റിയായിലുള്ള അൽത്താമിറ ഗുഹാചിത്രം, ഫ്രാൻസിലെ മൗണ്ടിഗ്നാക്കിലുള്ള ലാസ്കസ് ഗുഹാചിത്രം, മധ്യപ്രദേശിലെ ഭീംബത്ക ഗുഹാചിത്രം, ഇടുക്കി ജില്ലയിലെ മറയൂർ ഗുഹാചിത്രങ്ങൾ തുടങ്ങിയവ. പിന്നീട് ഭാഷ രൂപപ്പെട്ടു. എന്നാൽ അപ്പോഴും ലിപികളുടെ ആദ്യ രൂപം ചിത്രങ്ങൾ തന്നെയായിരുന്നു. അത്തരത്തിൽ ലോക പ്രശസ്തമായ ഒരു ലിപിയാണ് ഈജിപ്തിലെ ഹീറോഗ്ലിഫിക്സ്. പക്ഷി, മൃഗം, ചിഹ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ ലിപിയിൽ നമുക്ക് കാണാം. പുരാതന ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാര കാലത്തും ഇതുപോലെ നിരവധി ചിത്രലിപികളും ചിഹ്നങ്ങളും സീലുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. മോഹൻജൊദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നും ഇവ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ചിത്രകല എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തോടൊപ്പം വളർന്നു വന്ന ഒരു കലയാണ്. അശ്വനിയെ മോഹൻജൊദാരോ ഒന്ന് ഇങ്ങ് ഇറങ്ങി വന്നില്ലല്ലേ? കുട്ടികളെ, നിങ്ങളെ ഞാനൊരു ചിത്രം കാണിക്കാം. ഇത് എവിടെയുള്ളതാണ് എന്ന് പറയാമോ നിങ്ങൾക്ക്? ഇത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലല്ലേ? ഫോൺ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഓ, ശരിയാണ്. ജിതിൻ പറഞ്ഞതുപോലെ ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ചുവർ ചിത്രമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലിയ ചുവർ ചിത്രവുമാണ്. നിങ്ങൾ കേരളത്തിൽ വേറെ എവിടെയൊക്കെ ചുവർ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്? കൂട്ടുകാരെ, കേരളത്തിലെ പ്രശസ്തമായ ചില ചുമർ ചിത്രങ്ങൾ കണ്ണൂർ,
മട്ടാഞ്ചേരി, അങ്കമാലി എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് കാണാം. തിരുവനന്തപുരം പത്മനാഭപുരം കൊട്ടാരത്തിലും മനോഹരമായ ചുമർ ചിത്രങ്ങളുണ്ട്. ചുമർ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. അവയിലെ രൂപങ്ങളും സന്ദർഭങ്ങളും മറ്റും ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കൂ. മറ്റെങ്ങും കാണാൻ കഴിയാത്ത വ്യത്യസ്തമായ ഒരു ശൈലിയാണ് പല ചുമർ ചിത്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ചുവർ ചിത്ര സങ്കേതത്തിനും വലിയൊരു ചരിത്രമുണ്ട്. ഇന്ത്യയിൽ വികാസം പ്രാപിച്ച വിജയനഗര ചുവർച്ചിത്ര ശൈലി വളരെ പ്രശസ്തവും ആകർഷകവുമാണ്. മനോഹരമായ വരകൾ, ചടുല വർണ്ണങ്ങൾ, വിശദാംശങ്ങൾ അഥവാ ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ ഈ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവർ ചിത്രകാരനായിരുന്നു ശ്രീ മമ്മിയൂർ കൃഷ്ണൻകുട്ടി. കേരള തനിമയും ശൈലിയും പിന്തുടർന്ന് പാരമ്പര്യ രീതിയിലുള്ള ധാരാളം ചുവർ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുമരുകളിൽ വരച്ച മനോഹരമായ ചിത്രങ്ങൾ കാണാൻ കഴിയും. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രങ്ങൾ. നവോത്ഥാന കലാകാരന്മാരിൽ പ്രമുഖനായിരുന്ന മൈക്കൽ ആഞ്ചലോ ഇറ്റാലിയൻ ശില്പിയും ചിത്രകാരനും നിർമ്മാണ വിദഗ്ധനും കവിയും ഒക്കെയായിരുന്നു. റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ അദ്ദേഹം വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ലോകപ്രശസ്തമാണ്. അപ്പോൾ ചുവർ ചിത്രത്തിന് ഓരോ ദേശത്തും ഓരോ ശൈലിയുണ്ടെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കേരളത്തിലും ചുവർ ചിത്രത്തിന് ഒരു ശൈലിയുണ്ട്. അത് വളരെ മനോഹരമാണ്, ഗംഭീരമാണ്. ഇനി ചുവർ ചിത്രങ്ങൾ കാണുമ്പോൾ സമയമെടുത്ത് സൂക്ഷ്മമായി എല്ലാം നോക്കി കാണുമല്ലോ. കുട്ടികളെ, ചുവർ ചിത്ര ശൈലിയിൽ വരയ്ക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇവിടെ കാണുന്നത് പോലെയുള്ള ചിത്രങ്ങളിലെ ലളിതമായ ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് വരച്ച് പഠിക്കാവുന്നതാണ്. ഇവ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കൂ. ഇതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നവീകരിച്ച രീതിയിലുള്ള പാഠ്യവിഷയങ്ങളുമായാണ് കലാവിദ്യാഭ്യാസം എത്തുന്നത്. സാധാരണയായി സംഗീതാധ്യാപകരും ചിത്രകലാ അധ്യാപകരും മാത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നൃത്തത്തിനും നാടകത്തിനും അഭിനയത്തിനും സിനിമയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കലാധ്യാപകർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ റിസോഴ്സസും തയ്യാറാക്കുന്നുണ്ട്. SCERTയും SIETയും ചേർന്ന് സംയുക്തമായി തയ്യാറാക്കുന്ന ഈ വീഡിയോ റിസോഴ്സസ് എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ കലാധ്യാപകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ചിത്രകാരനും ചിത്രകാരിയും അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ വരയ്ക്കുക. അതായത് നമുക്ക് തീരുമാനിക്കാം എന്ത് ഒരു കാഴ്ചക്കാരൻ എന്ത് കാണണമെന്ന്. ആ രീതിയിൽ നമ്മൾ ചിത്രത്തെ രൂപപ്പെടുത്തിയിടും, അറേഞ്ച് ചെയ്യും. ഇന്നതിവിടെ, ഇതിവിടെ എന്നൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഓരോരുത്തരും ചിലപ്പോൾ നമ്മുടെ ചിത്രം നോക്കുമ്പോൾ ആദ്യം ഒരു കാര്യം കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം ചിത്രകലയിൽ നിർമ്മിക്കുന്നത്. അത് ഓരോ ചിത്രകാരന്മാരും ഓരോ തരത്തിലാണ് ലോകത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ അതിനൊരു ഉദാഹരണം കാണിക്കാം. പല ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള സൂര്യകാന്തി പൂക്കളാണ് ഇത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഭാവനയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ശരിയായ കോമ്പോസിഷൻ എന്നത് ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും വീഡിയോ, സിനിമ എന്നിവയിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിത്രത്തിലെ വിവിധ ദൃശ്യ ഘടകങ്ങളെ ശരിയായി ഒരു ഫ്രെയിമിൽ ക്രമീകരിച്ചാൽ മാത്രമേ അത് ആസ്വാദ്യമാവുകയുള്ളൂ. വിവിധ രീതിയിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ചില ചിത്രങ്ങൾ നോക്കൂ. ശൂന്യമായ സ്ഥലങ്ങൾ പരമാവധി കുറച്ചാണ് ചില ചിത്രങ്ങൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റു ചിലവയിൽ ശൂന്യ സ്ഥലങ്ങളെപ്പോലും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഓരോ കലാകാരൻ്റെയും ഭാവനയ്ക്കനുസരിച്ച് കോമ്പോസിഷൻ തീരുമാനിക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ഇമേജുകൾ ഓരോ ഇമേജായിട്ട് ചെറിയ വലുപ്പത്തിൽ ഒന്ന് വരയ്ക്കും.
വരച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് വലിയൊരു പേപ്പറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കോമ്പോസിഷൻ രൂപപ്പെടുത്തുന്നത്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്കതൊരു കൃത്യം എന്താണ് കാഴ്ചയ്ക്ക് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ വരച്ച ആ ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ച് കത്രിക കൊണ്ട് ഒന്ന് വെട്ടിയെടുത്തേ. എല്ലാവരും ഇനിയും ആ വെട്ടിയെടുത്ത ചിത്രങ്ങളായിട്ടൊന്ന് വന്നേ. നമുക്ക് അത് ഈ പേപ്പറിൽ പല സ്ഥലങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നിടത്ത് ഒട്ടിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കോമ്പോസിഷൻ്റെ ഒരു ഐഡിയയെ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പം നമ്മൾ പലരായിട്ട് വരച്ചിട്ടുള്ള പല ഇമേജസിനെ വരച്ച് കളർ ചെയ്ത് നമ്മൾ ഒട്ടിച്ചതാണ്. ഇവിടെ നമുക്ക് കുറച്ച് കളർ കൂടെ ചെയ്യാനുണ്ട് അല്ലേ? അത് നമുക്ക് ചെയ്യാം. മല വേണം, പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു റോഡ് വേണ്ടേ? ഒരു റോഡ് പെൻസിലിൽ വരച്ച ഒരാള്. അപ്പോ ഇങ്ങനെയാണ് കോമ്പോസിഷന്റെ ഒരു രീതി. ഇപ്പൊ എന്തായി? ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലൊരു വീട്, വീട്ടിലൊരു അച്ഛനും അമ്മയും ഒരു പയ്യനും, അവർക്ക് 2 പക്ഷികളും, പിന്നെ അതുവഴി ഒരു പക്ഷി പറന്നു പോകുമായിരുന്നു. 2 മരങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്. പിന്നെ 3-4 പാറയുണ്ട്, പച്ചയുള്ള പാറയുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരു റോഡുണ്ട്. ഇതൊരു കോമ്പോസിഷനാണ്. ഇങ്ങനെ ആക്കി ആലോചിച്ചിട്ട് അർത്ഥമാക്കിയെടുക്കണം. ഇതേപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്നും വരച്ച് നോക്കാം. അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാകുക, മനസ്സിനൊരു ഒരുമ ഉണ്ടാവുക. അപ്പം പിന്നീട് എന്താണ് മനസ്സിൽ ഇപ്പം ഇതിപ്പോൾ ആദ്യം വരച്ചപ്പോഴല്ലേ നമുക്ക് പലർക്കും ഒരു ബന്ധം ഉണ്ടായില്ലല്ലോ. ഇനിയിപ്പം നിങ്ങൾ വരച്ചാൽ എന്താവും? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കിയിട്ട് വീട് വരച്ചതിനനുസരിച്ചിട്ട് മരം വരച്ചതിനനുസരിച്ചിട്ട് ബുഷ് വരയ്ക്കും, അനുസരിച്ചിട്ട് പുഴ വരയ്ക്കും, അങ്ങനെ വരയ്ക്കില്ലേ? മനസ്സിലായോ? അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ കൂട്ടുകാരെ, ഓരോ ചിത്രത്തിനും എന്തെങ്കിലും നമ്മോട് പറയാനുണ്ടാകും. അത് നന്നായി വിനിമയം ചെയ്യിക്കുക എന്നതിലാണ് ചിത്രകാരൻ്റെ സൃഷ്ടിപരമായ കഴിവും ഭാവനയും ഒക്കെ പ്രകടമാകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും ചിത്രകലയിൽ പുതിയ ആശയങ്ങളും സങ്കേതങ്ങളും ശൈലികളും ഒക്കെ വികസിപ്പിക്കാൻ പ്രാപ്തി നേടിയ മികച്ച കലാകാരന്മാരും കലാകാരികളുമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു.